മറ്റൊരു ശത്രുവുണ്ട്, വലിയൊരു ശത്രു. അതാരാ? നിന്റെ നാവ്. ആ, നീ പറഞ്ഞത് ശരിയാ. എന്റെ നാവ് ഇച്ചിരി പ്രശ്നമാ. അതെനിക്ക് മനസ്സിലാക്കി തന്നത് എന്റെ മമ്മിയാ. മമ്മി പറഞ്ഞു തന്നപ്പോഴാ നിങ്ങളോടൊക്കെ ഞാൻ അനാവശ്യമായിട്ട് വഴക്കിടുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. പാവം പാർവതി, ഒരു കാര്യമില്ലാതെ ഞാൻ അവളെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞു ഒന്നും നിനക്ക് വിശ്വാസമായില്ല അല്ലേ? ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെയാ മീര. ഉള്ളിന്റെ ഉള്ളില് വേറും പാവാ. ഋത്തികയും ഡയാനയും എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതാ. ഞാൻ അവരുടെ കയ്യിലെ പാവയാണെന്നും എനിക്ക് മനസ്സിലാക്കി തന്നതേ എന്റെ മമ്മി തന്നെ. എന്റെ ഈ സ്വഭാവം കാരണം അനുഭവിക്കേണ്ടി വന്നതാവട്ടെ പാവം പാർവതി. സത്യം പറഞ്ഞ എനിക്ക് അവളോട് സോറി പറയണമെന്നുണ്ട്, പക്ഷേ ധൈര്യം കിട്ടുന്നില്ല. അവളെ നീ എന്തിനു പേടിക്കുന്ന? അങ്ങോട്ട് വഴക്കിന് പോയാൽ മാത്രമേ അവള് വഴക്കിന് വരൂ. അവളോട് നന്നായി പെരുമാറിയ അതിനേക്കാളും നന്നായി അവള് തിരിച്ചു പെരുമാറും. പാർവതി ഒരു കുഴപ്പത്തില് പെട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞാ ഞാൻ പഴയ മുക്തിയായിരുന്നെങ്കിൽ സന്തോഷിക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്കതിന് മനസ്സ് വരുന്നില്ല. അവള് കുഴപ്പത്തിലാണെന്ന് അറിഞ്ഞപ്പോ മുതലും എന്റെ ഉള്ളിലൊരു ആദ്യ. പാർവതി കുഴപ്പത്തിലാണെന്നോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഇത് അവൾക്ക് വന്ന ഒരു പാഴ്സലാ. അവൾക്ക് കൊടുക്കാനായി ഡെലിവറി ബോയ് എന്നെ ഏൽപ്പിച്ചതാ. അയച്ച ആളുടെ പേരാ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ഗന്ധർവൻ. അഡ്രസ്സും ഇല്ല, ഫോൺ നമ്പറും ഇല്ല. അതിന് ചില നാറികളെ ഇങ്ങനെയുള്ള കള്ളപ്പേരില് പെൺകുട്ടികൾക്ക് ഗിഫ്റ്റും ഡ്രസ്സും ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അതിന്റെ കൂടെ ഒരു ലെറ്ററും ഉണ്ടാകും. തേനേ പാലേ മുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതില് പലതും എഴുതിയിട്ടുണ്ടാവും. എത്ര അടക്കത്തിലും ഒതുക്കത്തിലും വളർന്ന പെൺകുട്ടിയാണെങ്കിലും അത് വായിച്ചാ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകും. ആ ഫ്രോഡുകൾക്ക് അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് തന്നെയാണല്ലോ അവരുടെ ഉദ്ദേശവും. പാർവതിയാണെങ്കി ഒരു നാട്ടിൻ പുറത്ത് ജനിച്ച് വളർന്നവളല്ലേ. അവൾക്ക് ഈ തട്ടിപ്പും തിരകടിയൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഈ ഗന്ധർവന്റെ പാഴ്സൽ ഇനിയും വന്നാലേ അത് സ്വീകരിക്കരുതെന്ന് മീര അവളോട് പറഞ്ഞേക്കണം. ഈ ഗന്ധർവൻ മുക്ത പറഞ്ഞതുപോലെ തെമ്മാടിയും തട്ടിപ്പുകാരനൊന്നും അല്ല. അത് മീരയ്ക്ക് എങ്ങനെ അറിയാം? ഈ ഗന്ധർവൻ ആരാണെന്ന് മീരയ്ക്കറിയോ? ഇല്ല. പാർവതിക്കറിയോ? അവൾക്കും അറിയില്ല. പിന്നെ എന്റെ അർത്ഥത്തിലാ അയാള് ഫ്രോഡും തട്ടിപ്പുകാരനൊന്നും അല്ലെന്ന് മീര പറയുന്നേ? അയാൾ അവളെ പലപ്പോഴായി സഹായിച്ചിട്ടുണ്ട്. അയാൾ അവൾക്ക് എഴുതുന്ന എഴുത്തുകളിലൊന്നും മോശപ്പെട്ട ഒരു വാക്ക് പോലും ഉണ്ടാവാറില്ല. ഗന്ധർവൻ ആരാണെന്നോ അയാൾ എന്തിനാണ് കള്ളപ്പേരിൽ അവളെ സഹായിക്കുന്നതെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അയാൾ ഒരു ജെന്റിൽമാനാ. പാർവതിക്ക് ഗന്ധർവന്റെ പാഴ്സൽ വരുന്നത് ഇതാദ്യമായിട്ടല്ലെന്ന് മീര തുറന്നു പറഞ്ഞു. പക്ഷെ ഗന്ധർവൻ ആരാണെന്ന് അവള് തുറന്നു പറയുന്നില്ല. അത് അവള് പറയുന്നത് പോലെ അവൾക്ക് അറിയാഞ്ഞിട്ടാണോ അതോ കൈലാഷായതുകൊണ്ട് എന്നോട് തുറന്നു പറയാത്തതാണോ? അത് കണ്ടുപിടിച്ചേ പറ്റൂ. കമ്പനിയുടെ 25ാം വാർഷികം കഴിഞ്ഞിട്ട് 2 ദിവസമായി. ഗന്ധർവൻ എന്നെ കാണാൻ വന്നതുമില്ല, വരാത്തതിന്റെ കാരണം പറഞ്ഞ് എഴുത്തയച്ചുമില്ല. നീ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? നിന്നെ ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തു. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തെ? എന്താടി, എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? ഒന്നുമില്ല. പാറുവിന്റെ വിഷമത്തിന്റെ കാരണം എനിക്കറിയാം. ഗന്ധർവൻ വാക്ക് പാലിച്ചില്ല. ഇവൾക്ക് സുഖമില്ലാത്തത് ഗന്ധർവൻ അറിഞ്ഞിട്ടുണ്ടാവും. കാറ്റുപോലെ വന്ന് ഇവളുടെ വേദന തലോടി ശമിപ്പിച്ചില്ല. എന്തിന്? പെട്ടെന്ന് ഭേദമാകൂന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആശ്വാസ കത്ത് പോലും എഴുതി അയച്ചില്ല. ആർക്കായാലും വിഷമം വരില്ലേ? ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. വാക്ക് പാലിക്കാൻ കഴിയാത്തതിന്റെ സങ്കടം തീർക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങി അത് പാക്ക് ചെയ്ത് പാഴ്സൽ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് അവരത് നിന്റെ കയ്യിലെത്തിക്കുമ്പോ മിനിമം ഒരു 2 ദിവസം എടുക്കില്ലേ? നിന്റെ ഗന്ധർവനെ ആള് പക്കയാ.
നിന്റെ ഗന്ധർവന്റെ പ്രണയോപഹാരം. പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ഞാൻ ഓപ്പൺ ചെയ്യാം. ഒന്ന് വേഗം തുറക്ക ആയിഷ. ഇല്ലെങ്കിൽ ഇവിടെ ഒരാളെ എന്താന്നറിയാനുള്ള ആകാംക്ഷ കാരണം ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പോകും. പൊടി. എന്താടി ഇത്? കണ്ടിട്ട് എന്തോ തൈലം പോലെയുണ്ട്. ആ, ഗന്ധർവ ലോകത്ത് വല്ല സുഗന്ധ തൈലവും ആയിരിക്കും. നിനക്ക് തെറ്റി. ഗന്ധർവനെ ആള് റൊമാൻറ്റിക് തന്നെയാ, ഒപ്പം പ്രാക്ടിക്കലും. ഇത് സുഗന്ധ തൈലം അല്ല, ഇവളുടെ ബോഡി പെയിൻ മാറാനുള്ള ആയുർവേദ തൈലമാ. എന്ന് വെച്ചാ ഇവൾക്ക് സുഖമില്ലാതായത് അയാൾ അറിഞ്ഞിരുന്നൂന്ന്. അങ്ങനെയാണെങ്കിൽ ഗന്ധർവൻ എപ്പോഴും ഇവളുടെ അടുത്ത് തന്നെയുള്ള ആളാണെന്നല്ലേ അതിന്റെ അർത്ഥം? അതാരായിരിക്കും? ആ, ഇതിനൊരു എഴുത്തുണ്ട്. ഫംഗ്ഷൻ നടക്കുമ്പോ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് ഗന്ധർവൻ ഇവക്ക് വാക്ക് നൽകിയതല്ലേ? എന്തുകൊണ്ടോ അയാൾക്ക് പറഞ്ഞ സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഗന്ധർവൻ ആരാണെന്ന് ആ എഴുത്തിൽ എഴുതിയിട്ടുണ്ടാവും. വേഗം വായിക്ക. എന്റെ മുന്നിൽ നേരിട്ട് വരുന്നല്ലോ പറഞ്ഞത്. എന്നിട്ട് എന്നെ പറ്റിച്ചില്ലേ? എനിക്ക് കണ്ടാ മതി, വരാത്തന്റെ കാരണം അറിയണ്ട. അതുകൊണ്ട് ഈ എഴുത്ത് വായിക്കണ്ട. ഓ, ഈ എഴുത്തിൽ എന്താണെന്ന് നമ്മളാരും അറിയാൻ പാടില്ല. നിനക്ക് ഒറ്റയ്ക്കിരുന്ന് വായിക്കണം. അതിനുള്ള അടവല്ലേ? ഇത്രയും സമയം വലിയ സങ്കടത്തിലായിരുന്നു. ഗന്ധർവന്റെ പാഴ്സൽ വന്നതും അവളുടെ മൂഡ് മാറി. അവളുടെ ഒരു ഉത്സാഹം കണ്ടില്ലേ? അവളുടെ കൂടെ അവളുടെ നിഴല് പോലെ അയാളുണ്ട്. അതാരായിരിക്കും? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. ആരായിരിക്കും അവളുടെ ഗന്ധർവൻ? എപ്പോഴും അവളുടെ കൂടെയുള്ള ആള് അത് കൈലാഷ് തന്നെയല്ലേ? പാറു, നീ എന്തിനാണ് ജോലിക്ക് വന്നത്? നിനക്ക് സുഖമില്ലാത്തതല്ലേ? ഒരു ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നോ? നീ എന്താണ് ഒന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ആരോഗ്യം ശ്രദ്ധിക്കണം പാറു. അസുഖം അധികമായ നോക്കാൻ അമ്മ അച്ഛനും അടുത്തില്ലെന്ന് ഓർമ്മ വേണം. ഇന്നലെ വരെ എനിക്ക് ആ പേടിയില്ലായിരുന്നു. എന്തേലും സൂക്കേട് വന്നാ വീട്ടുകാരെടുത്തില്ലെങ്കിലും സ്വന്തം പോലെ നോക്കുന്ന രണ്ടുപേര് അടുത്തുണ്ടെന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ധൈര്യം നഷ്ടപ്പെട്ടു. തെറ്റും ശരിയും നോക്കിയല്ല ഇവിടെ ഉള്ളവര് ആരുടെ കൂടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവർക്ക് വേണ്ടപ്പെട്ടവര് തെറ്റ് ചെയ്താലും അവരുടെ കൂടെ നിൽക്കും, അവരെ ന്യായീകരിക്കും. അനുഭവിച്ചവര് കുറ്റക്കാരാവും. സാരമില്ല, അതെന്റെ വിധിയാണെന്ന് ഞാൻ സമാധാനിച്ചോളാം.